പ്രതീക്ഷിക്കാത്ത ആളുകളുടെ കയ്യിൽ നിന്ന് പ്രതീക്ഷിക്കാത്ത സാഹചര്യത്തിൽ വൻ ചതി നേരിടേണ്ടി വരുമ്പോ ജീവിതം അവസാനിച്ചു, ഇനി മുന്നോട്ടില്ല എന്ന് തന്നെ നമ്മൾ കരുതുമല്ലേ. അങ്ങനത്തെ ഒരു പോയിന്റിൽ നിൽക്കുന്ന ടീം നമ്മുടെ ജീവിതത്തിലേക്ക് അടുത്തതായി നമ്മൾ ഒരാളെ കണ്ടുമുട്ടുന്നു. അയാൾ നമുക്ക് ആരുമായിക്കൊള്ളട്ടെ, ലവർ ആവണമെന്ന് തന്നെ നിർബന്ധമില്ല, നമ്മുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരാൾ അയാൾ കടന്നു വരുന്നു. അത് നല്ലൊരാളല്ലെങ്കിൽ ജീവിതം താറുമാറും. പിന്നെ പക്ഷേ മോശപ്പെട്ട ആ സമയത്ത് കടന്നു വരുന്ന ആള് റൈറ്റ് ആണെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട. ഇവിടെ അത്തരമൊരു 8ന്റെ പണി കെട്ടി ജീവിതം അടുത്ത് നിൽക്കുന്ന പെൺകുട്ടിയുടെ മുന്നിലേക്ക് ഒരാൾ വരുന്നു. അയാൾ അവളുടെ ജീവിതം അടിപൊളിയാക്കിയോ അതോ മൊത്തത്തിൽ കുളമാക്കിയോ എന്നറിയാനായി നമുക്ക് 2021 റിലീസായ മൈ ബോസ് നെക്സ്റ്റ് ഡോർ എന്ന കഥയൊന്ന് കേട്ടാലോ. വളരെ രസകരമായ സ്റ്റോറിയാണ്. വേഗം തന്നെ വീഡിയോയിലേക്ക് കിടക്കാം. അതിനു മുന്നേ ഇതുപോലത്തെ വീഡിയോസ് കാണാൻ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ മറക്കാതെ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. കഥ തുടങ്ങുന്നത് ആകെ തകർന്ന് തരിപ്പണമായി നിൽക്കുന്ന നമ്മുടെ കഥാനായികയായ ലിന്നിനെ കാണിച്ചുകൊണ്ടാണ്. സംഭവം എന്താണെന്ന് വെച്ചാൽ കൊടും ജാതി. ലിന്നിന്റെ ബെസ്റ്റ് ഫ്രണ്ടും അവളുടെ ബോയ് ഫ്രണ്ടും കൂടി പ്രണയിച്ച് ലിന്നിനെ പറ്റിച്ചു. അവര് തമ്മിൽ പ്രണയിച്ചത് പോരാതെ ലിൻ കഷ്ടപ്പെട്ട് ലോൺ അടച്ച് വാങ്ങിച്ച അവളുടെ താമസ സ്ഥലവും നൈസായി എഴുതി വാങ്ങിച്ച് അവിടെ നിന്ന് അവളെ പുറത്താക്കുന്നു. തുടർന്ന് എല്ലാം നഷ്ടപ്പെട്ട് ലിൻ ആത്മഹത്യ ചെയ്യാനായി ഒരുങ്ങുന്നു. അവൾ അതിനുവേണ്ടി ശ്രമിക്കുന്നു. പക്ഷെ മരിക്കുന്നതിന് മുന്നേ ആരോ അവളെ വന്ന് രക്ഷിക്കുന്നത് നമുക്ക് കാണാം. എന്തായാലും അവളുടെ ആ ഒരു മരിക്കാനുള്ള ശ്രമം പരാജയപ്പെട്ടത് കൊണ്ട് തന്നെ അവൾ ടൈം ട്രാവൽ ചെയ്യാണ്. കൃത്യം ഈ ദിവസത്തിന് 1 വർഷം മുന്നേ ഉള്ള സമയത്തിലാണ് അവൾ ഇപ്പോൾ ഉണരുന്നത്. മരിക്കാൻ നോക്കിയതൊക്കെ ഓർമ്മയുള്ളത് കൊണ്ട് ഇതെന്താ മരിച്ചിട്ട് ഞാൻ ഈ ഓഫീസിൽ വന്ന് ജോലി ചെയ്യാനിരിക്കുന്നതെന്ന് അവൾ അമ്പരക്കുമ്പോഴാണ് അവളുടെ ഒരു കൊളീഗ് എത്തി ബോസിന്റെ അടുത്ത് പ്രസന്റേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട സമയമായി, നീ എന്താ പോവാത്തതെന്ന് ചോദിച്ച് കാര്യങ്ങൾ പറയുമ്പോഴാണ് അവൾ ഡേറ്റും കാര്യങ്ങളും ശ്രദ്ധിക്കുന്നത്. അപ്പോഴാണ് അവൾക്ക് മനസ്സിലാവുന്നത് അവൾ ഇങ്ങനെ ടൈം ട്രാവൽ ചെയ്തു വന്നുവെന്ന്. എന്തായാലും പ്രസന്റേഷനേക്കാൾ വലിയൊരു പണി എനിക്കുണ്ടെന്നും പറഞ്ഞ് അവൾ നേരെ ഇപ്പോൾ ടൈം ട്രാവൽ ചെയ്തത് കൊണ്ട് തന്നെ ഫ്യൂച്ചറിൽ എന്ത് സംഭവിക്കും എന്നത് അവൾക്ക് അറിയാലോ. അങ്ങനെ രഹസ്യമായി ബന്ധമുള്ള തന്റെ ബോയ് ഫ്രണ്ടിനെയും ബെസ്റ്റ് ഫ്രണ്ടിനെയും കൈയോടെ പൊക്കാനായി അവൾ ഓടി ചെല്ലുന്നു. നോക്കുമ്പോൾ രണ്ടുപേരും ഒന്നിച്ചു തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ അവരൊന്നിച്ചുള്ളതിന് തെളിവിനായി വീഡിയോയും മൊബൈലിൽ എടുത്ത് രണ്ടിനെയും അടിച്ചു പുറത്താക്കുന്നു. പുറത്തു കിടന്ന് വഴക്കുണ്ടാക്കുമ്പോൾ ദേഷ്യം വരുന്ന ലിൻ അവളുടെ ചെരുപ്പെടുത്ത് എറിയുന്നുണ്ട്. ആ ഏറ് കൊള്ളുന്നതോ അതിലൂടെ നടന്നുപോയ ലിന്നിന്റെ അപ്പാർട്ട്മെന്റിന്റെ തൊട്ടപ്പുറത്തെ അപ്പാർട്ട്മെന്റിൽ താമസിക്കുന്ന ജിയാങ് എന്ന പയ്യന്റെ മേത്താണ്. അവന് ഏറ് കൊള്ളുമ്പോ ദേഷ്യമല്ല വരുന്നത്, തന്നെ എറിഞ്ഞ ലിന്നിനെ അവൻ വളരെ അതിശയത്തിൽ നോക്കി നിൽക്കുന്നു. തുടർന്ന് ജിയാങ്ങിനെ കൂടെ ഉണ്ടായിരുന്ന സുഹൃത്ത് വാടാ ഈ വഴക്കിലൊന്നും നമുക്ക് ഇടപെടണ്ടെന്ന് പറഞ്ഞ് വേഗം അപ്പാർട്ട്മെന്റിനകത്തേക്ക് കൊണ്ടുപോകുന്നു. എന്നിട്ട് കീഹോള് വഴി പുറത്ത് 3 പേർക്കിടയിൽ നടക്കുന്ന വഴക്ക് കണ്ട് സുഹൃത്ത്, ദേ നിനക്ക് ആ പെണ്ണിനെ അറിയാവോ, നിന്നെ ചെരുപ്പറിഞ്ഞ പെണ്ണ് നമ്മുടെ കമ്പനി സ്ഥാപനവുമായി ടൈപ്പിലായിട്ടില്ലേ, ആ സ്ഥാപനത്തിലെ ജോലി ചെയ്യുന്നവളാ, അവളുടെ പേര് ലിൻ എന്നാണെന്നല്ല. ജിയാങ്ങിന് അവന്റെ സുഹൃത്ത് അവന്റെ അയൽക്കാരിയായ ലിന്നിനെ പറ്റി പറഞ്ഞു കൊടുക്കുന്നു. ജിയാങ് ഒരു കമ്പനിയുടെ CEO ആണ്. ലിന്നാണ് നമ്മുടെ പ്രോജക്ട് വർക്ക് അവരുടെ സ്ഥാപനത്തിൽ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അവൾ ഇതുവരെ പ്രസന്റേഷൻ കംപ്ലീറ്റ് ചെയ്ത് കൊടുക്കാത്തത് കൊണ്ടാണ് നമുക്കത് കിട്ടാൻ ലേറ്റ് ആവുന്നതെന്നെല്ലാം ഫ്രണ്ട് പറഞ്ഞറിയുന്ന ജിയാങ് അതെല്ലാം കേട്ടിരിക്കുന്നു. പിന്നീട് ഓഫീസിലേക്ക് ചെല്ലുന്ന ലിന്നിനെ അവളുടെ ബോസ് ഷൗട്ട് ചെയ്യാണ്, നിന്നോട് പ്രോജക്ട് പ്രസന്റ് ചെയ്യാനായിട്ട് പറഞ്ഞിട്ടും അത് കേൾക്കാതെ നീ നിന്റെ ആവശ്യങ്ങൾക്ക് പോയില്ലേ, അങ്ങനെയുള്ള ഒരാൾക്ക് ഈ ഓഫീസിലെ ജോലിയില്ല എന്നല്ല. സാർ ഒരു ചാൻസും കൂടി, വളരെ പേഴ്സണലായ ഒഴിച്ചുകൂടാൻ പറ്റാത്ത കാര്യങ്ങൾ ഉള്ളതുകൊണ്ടാണ് പോകേണ്ടി വന്നതെന്നെല്ലാം ലിൻ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ബോസ് വിടുന്ന മട്ടില്ല. ആ ഒരു സമയത്ത് ബോസിന് ഒരു ഫോൺ കോൾ വരുന്നു. ലിന്നിനെ ഫയർ ചെയ്യേണ്ട, ഒരു ചാൻസും കൂടി കൊടുക്കാമെന്ന് കേൾക്കുമ്പോൾ ബോസ് സമ്മതിക്കുന്നുണ്ട്. ആ ഫോൺ കോളിൽ വിളിച്ച ആള് പറഞ്ഞത് പ്രകാരമാണ് ബോസ് തനിക്ക് ഒരു ചാൻസും കൂടി തന്നത് എന്ന് ലിന്നിന് മനസ്സിലാവുന്നു. പക്ഷെ അതാരാണെന്ന് അവൾക്കറിയില്ല. അന്ന് രാത്രി തനിക്ക് കിട്ടിയ ഒരു ചാൻസ് പാഴാക്കാതെ കറക്റ്റ് ആയിട്ട് പ്രസന്റേഷൻ നടത്താനായി അവള് ഫുൾ ഇരുന്ന് പ്രിപ്പയർ ചെയ്ത് അടുത്ത ദിവസം പ്രസന്റേഷന് വേണ്ടി ചെല്ലുമ്പോഴാണ് അവൾ തന്നെ സഹായിച്ച ആ അജ്ഞാത വ്യക്തിയെ കാണുന്നത്. മറ്റാരുമല്ല, കഴിഞ്ഞ ദിവസം തന്റെ ചെരുപ്പേറുകൊണ്ട് തന്റെ അയൽക്കാരനായ ജിയാങ് ആണെന്ന്. എന്തായാലും അവൾ നല്ല കിടുക്കനായി തന്നെ പ്രസന്റേഷൻ നടത്തുന്നു. അതിൽ വളരെ ഇംപ്രസ്ഡ് ആവുന്ന ജിയാങ് അവന്റെ കമ്പനിയിൽ വന്ന് വർക്ക് ചെയ്യാനായി ലിന്നിനെ ക്ഷണിക്കുന്നു. ആക്ച്വലി ഈ ഒരു സ്ഥാപനം ജിയാങ്ങിന്റെ കമ്പനി കൊടുക്കുന്ന ഫണ്ടിൽ പ്രവർത്തിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ ബോസിനും ജിയാങ്ങിന്റെ ഓഫർ അക്സെപ്റ്റ് ചെയ്യാതെ വേറെ വഴിയില്ല. അങ്ങനെ ഇതിലും വലിയൊരു കമ്പനിയിലേക്ക് പ്രൊമോഷൻ കിട്ടിയ സന്തോഷത്തിലാണ് പിന്നീട് തന്റെ സ്കൂൾ ഫ്രണ്ട്സിന്റെ റിയൂണിയൻ നടക്കുന്നിടത്തേക്ക് ലിൻ പോകുന്നത്. പക്ഷെ അവളുടെ എല്ലാ സന്തോഷവും തല്ലിക്കെടുത്തുന്ന രീതിയിൽ അവളുടെ ബെസ്റ്റ് ഫ്രണ്ട് അവിടെ ഇരിപ്പുണ്ടായിരുന്നു. ബെസ്റ്റ് ഫ്രണ്ട് എന്ന് ഇനി പറയാവോ, അത്ര വലിയ ദ്രോഹമല്ല ചെയ്തത്. അതുകൊണ്ട് നമുക്ക് അവളെ ഹുവാൻ എന്ന് വിളിക്കാം. ഹുവാൻ ആകട്ടെ അവിടെ ഉള്ളവരോട് ഏതാണ്ട് ഹുവാന്റെ ബോയ് ഫ്രണ്ടിനെ ലിൻ തട്ടിയെടുത്തു എന്ന രീതിയിലാണ് കഥ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് കേട്ട് കലിയിളകുന്ന ലിൻ അവളുടെ കർണക്കുറ്റിക്കിട്ട് തന്നെ ഒരെണ്ണം കൊടുക്കുന്നുണ്ട്. അങ്ങനെ അവിടെ ഹുവാനും ലിന്നിനും ഇടയിൽ അടി നടക്കാനായി തുടങ്ങുമ്പോഴേക്കും ലിൻ തട്ടി വീഴാനായി പോകുന്നു. ആ ടീം യാദൃശികമായി അവിടെ എത്തുന്ന ജിയാങ് അവളെ വീഴാതെ പിടിച്ചു വെക്കുന്നു. പിന്നീട് അവൾ അവിടെ നിന്ന് വീട്ടിലേക്ക് ചെല്ലുമ്പോഴാകട്ടെ അവളെ ചീറ്റ് ചെയ്ത ബോയ് ഫ്രണ്ട് അകത്തുണ്ട്. ഇവിടെ അവർ ഒന്നിച്ച് താമസിച്ചിരുന്നാണല്ലോ, അതുകൊണ്ട് തന്നെ അവന്റെ താക്കോലുണ്ട്. അവനാകട്ടെ ഈ വീടിന്റെ ഓണർഷിപ്പ് ഡോക്യുമെന്റ്സ് ഒക്കെ അടിച്ചു മാറ്റാനായിട്ടുള്ള ശ്രമത്തിലായിരുന്നു. പക്ഷെ ഇവൾ വന്നത് കണ്ട്, നീ ഞങ്ങളെ തെറ്റിദ്ധരിച്ചിരിക്കുക, അന്ന് ഞങ്ങൾ രണ്ടുപേരും ഡ്രിങ്ക്സ് അടിച്ച് അറിയാതെ അങ്ങനെ സംഭവിച്ചത്, അല്ലാതെ ഞങ്ങൾ തമ്മിൽ ഒന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അവളുടെ വിശ്വാസം പിടിച്ചു പറ്റാനായി നോക്കുന്നു. പക്ഷെ ഇവർ ചതിക്കും എന്നത്
നന്നായി അറിയാവുന്ന അവൾ വീണ്ടും വിശ്വസിക്കാനായി തയ്യാറേയല്ല. അങ്ങനെ അവനോട് ഇറങ്ങിപ്പോവാനായി പറയുമ്പോൾ അവൻ ഇവളെ കെട്ടിപ്പിടിച്ച് അതും പെട്ടെന്ന് മോശമായിട്ടൊക്കെ പെരുമാറാൻ നോക്കുമ്പോൾ അവൾ ഒരു കത്തിയെടുത്ത് അവനെ ഭീഷണിപ്പെടുത്തി വെളിയിലാക്കുന്നു. വെളിയിലിറങ്ങി അവൻ പോവാതെ അവിടെ നിന്ന് ഈ വീട്ടിലെ എനിക്കും അവകാശമുണ്ട്, മര്യാദയ്ക്ക് ഇതിന്റെ ഡോക്യുമെന്റ്സ് എനിക്ക് തന്നോന്നെല്ലാം തൻ സ്വഭാവം പുറത്തെടുക്കുമ്പോൾ ഈ നടക്കുന്ന ബഹളം തന്റെ അപ്പാർട്ട്മെന്റിൽ ഇരുന്ന് കേൾക്കുന്ന ജിയാങ് ആകട്ടെ വേഗം തന്നെ സെക്യൂരിറ്റിയെ ഇൻഫോം ചെയ്യുകയും സെക്യൂരിറ്റി വന്ന ഇയാളെ ചെവിക്ക് പിടിച്ച് പുറത്താക്കുകയും ചെയ്യുന്നു. തന്നെ സഹായിച്ചത് ജിയാങ് ആണെന്ന് മനസ്സിലാക്കുന്ന ലിൻ പിന്നീട് ജിയാങ്ങിനോട് താങ്ക്സും പറയുന്നു. എന്തായാലും ഈ എക്സ് ബോയ് ഫ്രണ്ടിന്റെ കയ്യിൽ താക്കോലുള്ളത് കൊണ്ട് തന്നെ അയാൾ ഇനിയും വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് വേഗം തന്നെ വീടിന്റെ ഡോറിന്റെ ലോക്ക് മാറ്റാനായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ചെയ്യാമെന്ന് ജിയാങ് പറയുന്നു. ഇപ്പോൾ ലിൻ ജിയാങ്ങിന്റെ വെറും ഒരു അയൽവാസി മാത്രമല്ലല്ലോ, അതിന്റെ ഉത്തരവാദിത്തമാണ് തനിക്കെന്ന രീതിയിലാണ് ജിയാങ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നാണ് ലിൻ കരുതുന്നത്. അടുത്ത ദിവസമാണ് ജിയാങ്ങിന്റെ സ്ഥാപനത്തിൽ ലിൻ ആദ്യമായി വർക്ക് ചെയ്യാൻ പോകുന്നത്. ജോബ് ഓഫ് ആക്സെപ്റ്റ് ചെയ്തതേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ ആ ഒരു ദിവസം ജിയാങ് നേരിട്ട് ലിന്നിനെ ഓഫീസിലേക്ക് കൂട്ടിക്കൊണ്ടുപോകാൻ വരുന്നു. കാരണം രണ്ടുപേരും ഒരേ സ്ഥലത്തേക്ക് പോകുമ്പോൾ രണ്ട് വണ്ടിയിൽ പോകണ്ടല്ലോ എന്ന രീതിയിൽ. പക്ഷെ ഞാൻ റെഡി ആയിട്ടില്ല എന്ന് അവൾ പറയുമ്പോൾ അവൻ അവൾക്ക് റെഡി ആവാനായി ടൈം കൊടുത്ത് അവളെ കൈയോടെ കൂട്ടിക്കൊണ്ടു പോകുന്നു. അങ്ങനെ ഓഫീസിലുള്ള ടൈം ജിയാങ്ങിനെ കാണാനായി ജിയാങ്ങിന്റെ ക്യാബിനിലേക്ക് ലിൻ പോകുമ്പോൾ അവിടെ ജിയാങ്ങും അവന്റെ ബെസ്റ്റ് ഫ്രണ്ടും കൂടി ഒന്നിച്ചിരിക്കുന്നത് കണ്ട് ലിൻ തെറ്റിദ്ധരിക്കുന്നുണ്ട് ഇവർ തമ്മിൽ ലവ് ആണോന്ന്. കാരണം അങ്ങനെ വളരെ ക്ലോസ് ആയി തൊഴിൽ കൈക്കിട്ടിരിക്കുകയായിരുന്നു. ഓഫീസിലെ പൊതുവെ അങ്ങനെ ആരും ഇരിക്കാറില്ലല്ലോ. അവള് നോക്കി നിൽക്കുന്നത് കണ്ട് സംഭവം മനസ്സിലാവുന്ന ജിയാങ് വേഗം തന്നെ തന്റെ ഫ്രണ്ടിനെ പറഞ്ഞുവിട്ട് അവളോട് സംസാരിക്കുന്നു. അവൾക്ക് ഇവിടുത്തെ ജോലിയും കാര്യങ്ങളും ഒക്കെ പറഞ്ഞു കൊടുത്ത ശേഷം ഒരു അഡ്വക്കേറ്റിനെ താൻ ഏർപ്പാടാക്കിയിട്ടുണ്ടെന്നും അയാളോട് സംസാരിച്ച് വീടിന്റെ കാര്യം ബോയ് ഫ്രണ്ടുമായിട്ടുള്ള ഇഷ്യൂ ഒക്കെ സെറ്റിൽ ചെയ്യണമെന്നും പറയാണ്. അങ്ങനെ ആ ഒരു വക്കീൽ വഴി കോടതിയിൽ നിന്ന് തന്റെ എക്സ് ബോയ് ഫ്രണ്ടിന് താൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച ഈ വീട്ടിൽ യാതൊരു അവകാശവും ഇല്ല എന്ന് എഴുതി ഒപ്പിട്ട് വാങ്ങുന്നു. പക്ഷെ അതോടുകൂടി ഒന്നും അവസാനിച്ചിട്ടില്ല. എല്ലാം തുടങ്ങാൻ നിന്റെ കണ്ടകശനി ഇവിടെ തുടങ്ങുകയാണെന്ന് ബോയ് ഫ്രണ്ട് അതിൽ ഒപ്പിട്ട് കൊടുത്ത ശേഷം അവളെ വെല്ലുവിളിക്കുമ്പോൾ എന്തു വന്നാലും ലിന്നിനെ താൻ പ്രൊട്ടക്ട് ചെയ്യും എന്നൊരു ശബ്ദം കേട്ട് ബോയ് ഫ്രണ്ട് നോക്കുമ്പോൾ അവിടെ കാണുന്നത് ജിയാങ്ങിനെയാണ്. ഓ, ഇത്ര വലിയ കമ്പനിയുടെ സിഇഒ ഒക്കെയാണോ ഇവൾക്കിപ്പോ പ്രൊട്ടക്ഷന് വേണ്ടിയുള്ളതെന്ന് ബോയ് ഫ്രണ്ട് അമ്പരക്കുന്നു. പക്ഷെ ആ അമ്പരപ്പൊന്നും സംഭവം അറിയുന്ന ഹുവാൻ ഇല്ല. ഹുവാൻ ഓഫീസിലേക്ക് എത്തി അവളുടെ പുതിയ ഓഫീസിൽ അവൾ അങ്ങനെ നല്ല പിള്ള ചമയുണ്ടാന്നുള്ള രീതിയിൽ എന്റെ ബോയ് ഫ്രണ്ടിനെ ഇവള് തട്ടിയെടുത്തതും പോരാതെ അവൻ കഷ്ടപ്പെട്ട് സമ്പാദിച്ച വീട് ഇവള് തട്ടിയെടുത്തു എന്നെല്ലാം അവൾ അപകീർത്തിപ്പെടുത്തുന്ന രീതിയിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അതൊക്കെ പോരാതെ നീ ഇപ്പൊ ഇവിടുത്തെ സിഇഒയും കറക്കിയെടുക്കാൻ നോക്കുവാണോടി എന്നെല്ലാം ഹുവാൻ ഷൗട്ട് ചെയ്യുമ്പോൾ അതെ, അതിന് നിനക്കെന്തെങ്കിലും നഷ്ടമുണ്ടോ എന്ന് നല്ല ബോൾഡായി ലിൻ മറുപടി കൊടുക്കുന്നു. കൂടാതെ സെക്യൂരിറ്റീസിനെ കൊണ്ട് അവളെ അവിടെ നിന്ന് ഇറക്കി വിടുകയും ചെയ്യുന്നു. ഇതേ ടീം ഈ നടന്ന സംഭാഷണമെല്ലാം ജിയാങ് കേട്ടിട്ടുണ്ടായിരുന്നു. ലിൻ വേഗം തന്നെ ജിയാങ്ങിന്റെ അടുത്തേക്ക് ചെന്ന് സാറിനെ ഒരുപാട് സഹായിച്ചു, അതുകൊണ്ട് സാറിന് ഒരു ട്രീറ്റ് നൽകാനായി ഞാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇന്ന് ഡിന്നറിന് പോയാലോ എന്ന് ലിൻ ചോദിക്കുമ്പോൾ നീ കുക്ക് ചെയ്യുമോ എന്നായിരുന്നു ജിയാങ്ങിന്റെ ചോദ്യം. നന്നായി കുക്ക് ചെയ്യുന്ന ഒരു ആവേശത്തിന് ലിന്നും പറയുന്നു എങ്കിലേ ഹോട്ടലിൽ പോകണ്ട, നീ കുക്ക് ചെയ്ത് തന്നാ മതി എന്ന് അവൻ പറഞ്ഞത് പ്രകാരം അവള് ജോലി കഴിഞ്ഞ് കുക്കിങ്ങിന് വേണ്ടി എന്തൊക്കെയോ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ടെങ്കിലും ഒന്നും ഉണ്ടാക്കാറില്ല. ആ നഗ്ന സത്യം ഈ വൈകിയ വേളയിൽ മനസ്സിലാക്കുന്ന ജിയാങ് ആണ് പിന്നീട് അവൾക്കും അവനും വേണ്ടിയുള്ള ഫുഡ് കുക്ക് ചെയ്യുന്നത്. അതെല്ലാം അവൾ വളരെ ആസ്വദിച്ച് കഴിക്കുന്നു. നന്നായിട്ടുണ്ടെന്ന് കോംപ്ലിമെന്റും ചെയ്യുന്നുണ്ട്. ഫുഡ് കഴിക്കാൻ ഇഷ്ടമാണെന്ന് മനസ്സിലായി. വേറെന്തൊക്കെയാണ് നിന്റെ ഇൻട്രസ്റ്റ് എന്ന് ജിയാങ് ചോദിക്കുമ്പോൾ എനിക്ക് ബോക്സിംഗ് ഇഷ്ടമാണ്. ഞങ്ങളെ പോലെയുള്ള മിഡിൽ ക്ലാസ് പെൺകുട്ടികൾക്ക് പല സ്ട്രെസ്സും ഡിപ്രഷനും ലൈഫിൽ വരും. അതിനെയൊക്കെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ഇതുപോലെ എന്തിലേലും എൻഗേജ്ഡ് ആവുന്നത് നല്ലതാണെന്നുള്ള രീതിയിൽ ബോക്സിംഗ് പഠിക്കാൻ തുടങ്ങിയതാ. എനിക്കിപ്പോൾ അത് വളരെ ഇഷ്ടം. ഞാൻ ഇവിടെ അടുത്തുള്ള അക്കാഡമിയിൽ പോകാറുണ്ടെന്നെല്ലാം അവള് പറയുമ്പോൾ ചില കാര്യങ്ങൾ അവൻ മനസ്സിൽ കണക്കൂട്ടുന്നു. പിന്നീട് തന്റെ ബെസ്റ്റ് ഫ്രണ്ടായ സൂവിനെ ഫോൺ വിളിച്ച് അടുത്ത ദിവസം തന്നെ നീ ബോക്സിംഗ് പഠിക്കാനായി അടുത്ത അക്കാഡമിയിലേക്ക് പോകണമെന്ന് പറയുന്നു. അവനാകട്ടെ അടുത്ത ദിവസം ഒരുങ്ങി അവിടേക്ക് ചെല്ലുമ്പോൾ അവിടെ ഹെലിനെ കാണുന്നു. നീ എന്താ എന്നെ ഫോളോ ചെയ്ത് ഇവിടെ വരികയാണോന്ന് അവളെ താമസ സ്ഥലത്തും ഓഫീസിലും ഒക്കെ കണ്ട് പരിചയമുള്ള അവൻ ചോദിക്കുമ്പോൾ അവൾ ഒന്നും മിണ്ടുന്നില്ല. പക്ഷെ പിന്നീടാണ് മനസ്സിലാവുന്നത് ഇവനെ പോലെ അവൾ ഇന്ന് പഠിക്കാൻ വന്നതല്ല, അവൾ ഇവിടുത്തെ ഒരു റെഗുലർ സ്റ്റുഡന്റ് ആണെന്ന്. എന്തായാലും അന്ന് അവൻ പറഞ്ഞ കാര്യങ്ങൾക്ക് കണക്ക് തീർക്കുന്ന പോലെ അവനിട്ട് 2 എണ്ണം ബോക്സിംഗ് റിംഗിൽ വെച്ച് കൊടുക്കാനുള്ള ചാൻസ് ലിന്നിന് ലഭിക്കുന്നുണ്ട്. അവളത് മുതലാക്കുകയും ചെയ്യുന്നു. അത് കഴിയുമ്പോഴാണ് ഇവള് കാണുന്ന പോലെ നിസ്സാരക്കാരിയല്ല എന്നത് അവന് മനസ്സിലാവുന്നത്. അവന് ക്ലാസ് കഴിഞ്ഞ് പോകാൻ നേരം അവളോട് എന്നെ ഇനി ഇടിക്കല്ലേ സോറി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടക്കുമ്പോഴാണ് അങ്ങോട്ടേക്ക് ഇവരെ പിക്ക് ചെയ്യാനായി ജിയാങ്ങിന്റെ വരവ്. ജിയാങ് ലിന്നിന് ഒരു ജോഡി ബോക്സിംഗ് ഗ്ലൗസും ഗിഫ്റ്റ് ചെയ്യുന്നു. അവൾക്കത് വളരെ ഇഷ്ടപ്പെടുന്നു. അങ്ങനെ അവിടെ നിന്ന് അവൾ താമസ സ്ഥലത്തേക്ക് പിന്നീട് പോകുമ്പോൾ വഴിയിൽ കാത്തു നിന്ന് അവളുടെ എക്സ് ബോയ് ഫ്രണ്ട് നീ ആ സിഇഒയെ കണ്ട് കൂടുതൽ സന്തോഷിക്കേണ്ട, അവൻ ആളത്ര ശരിയൊന്നും അല്ല എന്നെല്ലാം പറയുമ്പോൾ അയാൾ ആളെങ്ങനെ ആയാലെന്താ, ഞാൻ അയാളെ പ്രണയിക്കൊന്നും അല്ലാന്ന് ലിൻ പറയുന്നു. എന്നിട്ടും വിടാതെ ജിയാങ്ങിനെ പറ്റി തന്നെ കുറെ കുറ്റം ബോയ് ഫ്രണ്ട് പറഞ്ഞ് ഇവളോട് ഏതാണ്ട് അധികാരം സ്ഥാപിക്കാനായി നോക്കുമ്പോൾ ദേഷ്യം വരുന്ന അവൾ അവനെ അടിക്കുന്നു. അവൻ തിരിച്ചവളെ അടിക്കാനായി കൈ ഓങ്ങുമ്പോഴേക്കും അവിടെ എത്തുന്ന ജിയാങ് അത് തടുക്കാണ്. അതിനുശേഷം ഇനി എന്റെ പെണ്ണിനെ തൊട്ട പിന്നെ നീ നേരെ ചൊവ്വ
സോവെ ഇവിടുന്ന് പോവില്ലാന്ന് ഒരു താക്കീത് കൊടുക്കുന്നു. ഇത് കേട്ട് ലിന്നാകെ ഷോക്കായി നിൽക്കുമ്പോ ആ ഞെട്ടല് മാറുന്നതിന് മുന്നേ തന്നെ അവളെ കിസ് ചെയ്ത് ജിയാങ് വീണ്ടും അവളെ ഞെട്ടിക്കുന്നു. എന്തായാലും ജിയാങ്ങിന് ലിന്നിനോട് പ്രണയമാണെന്ന് ഇപ്പോഴാണ് സൂവിന് മനസ്സിലാവുന്നത്. അവനത് അത്രയ്ക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവൻ ഫ്രണ്ട് എന്നതിനും പുറമെ കസിനും കൂടിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ ഫാമിലിയിൽ ആ പെൺകുട്ടി ചേരില്ലെന്നെല്ലാം സൂ പറഞ്ഞു നോക്കുന്നുണ്ടെങ്കിലും ജിയാങ്ങിന്റെ മനസ്സ് മാറുന്നില്ല. അങ്ങനെ ഇരിക്കെ കമ്പനിയിലെ ഒരു പ്രോജക്റ്റിന്റെ ആവശ്യത്തിനായി ഒരു ക്ലയന്റിനെ കാണാനായി ലിൻ പോകുമ്പോൾ അയാൾ അവളോട് കുറച്ച് അപമര്യാദയായി പെരുമാറുന്നുണ്ട്. എന്തായാലും അതിന്റെ എല്ലാം വിഷ്വൽസ് അവളെ പിന്തുടർന്ന് ഇവിടെ എത്തുന്ന എക്സ് ബോയ് ഫ്രണ്ട് ക്യാപ്ചർ ചെയ്യുന്നു. അന്ന് തിരിച്ചെത്തി ഈ കാര്യങ്ങൾ ലിൻ ജിയാങ്ങിനെ അറിയിക്കുമ്പോൾ നീ ഇനി ആ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് വർക്ക് ചെയ്യേണ്ട എന്ന് ജിയാങ്ങും പറയുന്നു. അവൾ ഇതൊക്കെ കാണുമ്പോൾ വിചാരിക്കുന്നത് ജിയാങ് തന്റെ ബോയ് ഫ്രണ്ടിന് മുന്നിൽ വെച്ച് തന്നെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ പറഞ്ഞതാണ്, തന്നോടുള്ള കെയർ കൊണ്ടാണ്, അല്ലാതെ തന്നോട് ഇപ്പോഴും പ്രണയമാണെന്ന് അവൾ അത് മനസ്സിലാക്കുന്നില്ല. എന്തായാലും അടുത്ത ദിവസം ഈ എക്സ് ബോയ് ഫ്രണ്ട് ലിനിനെ പറ്റി മോശമായി ചില പിക്ചേഴ്സ് പ്രചരിപ്പിക്കുമ്പോൾ അത് സൂ ജിയാങ്ങിനെ കാണിക്കുന്നു. പക്ഷെ ഓൾറെഡി ആ ക്ലയന്റിന്റെ കൂടെ ഉണ്ടായ സംഭവങ്ങളെല്ലാം ജിയാങ്ങിന് അറിയാലോ. അവൻ അതുകൊണ്ട് തന്നെ എനിക്ക് ലിന്നിനെ വളരെ വിശ്വാസമാണെന്ന് സൂവിനോട് മറുപടിയും പറയുന്നു. അങ്ങനെ ജിയാങ്ങിന് ലിന്നിനെ ഇഷ്ടമാണെന്ന കാര്യം അറിയുന്ന ജിയാങ്ങിന്റെ അമ്മ ലിന്നിനെ വന്ന് കണ്ട് കാശ് കൊടുത്ത് നീ ഇനി 1 വർഷം കൂടി എന്റെ മകനെ ഡേറ്റ് ചെയ്യണമെന്ന് ആവശ്യപ്പെടുന്നു. അമ്മയും കൂടി ഇങ്ങനെ കാശ് തന്ന് ഡേറ്റ് ചെയ്യാനായി പറയുന്നു. ഇതെന്താ ഇങ്ങനെ? സാധാരണ അമ്മമാര് കാശ് കൊടുത്ത് വേർപെടുത്താനല്ലേ നോക്കാന്ന് ഡൗട്ട് വരുന്ന അവൾ ഇനി ഒരുപക്ഷെ തനിക്ക് തോന്നിയതുപോലെ സൂവും ജിയാങ്ങും സ്വർഗാനുരാഗികളായിരിക്കുമോ, ഇനി അത് മറച്ചു വെക്കാൻ വേണ്ടി ആയിരിക്കുമോ ഈ അമ്മ തന്നെ ഇതിന്റെ ഇടയിലേക്ക് പിടിച്ചിടുന്നത് എന്ന് തോന്നിയവൾ തനിക്ക് കാശ് കിട്ടിയാ പോരെ. എന്തായാലും ജിയാങ്ങിനോട് തനിക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമില്ല. അപ്പൊ പിന്നെ കാശിന് വേണ്ടി ഈ അമ്മ പറഞ്ഞ പോലെ പ്രണയിക്കാന്ന് കരുതി അവൾ പിന്നീട് ജിയാങ്ങിനെ ഡേറ്റ് ചെയ്യുന്നു. തെളിവിനായി ഫോട്ടോ ഒക്കെ ക്ലിക്ക് ചെയ്ത് അമ്മയ്ക്ക് അയച്ചു കൊടുക്കുന്നൊക്കെ ഉണ്ട്. ജിയാങ് വിചാരിക്കും യഥാർത്ഥത്തിൽ അവൾ തന്നെ ഇഷ്ടപ്പെടുകയാണെന്നാണ്. എന്തായാലും അങ്ങനെ ഇരിക്കെ ഒരു ദിവസം ലിന്ന് തന്നെ ജിയാങ്ങിനോട് അവന്റെ അമ്മയിൽ നിന്ന് കാശ് വാങ്ങിയിട്ടാണ് അവൾ ഇങ്ങനെ അവനെ ഡേറ്റ് ചെയ്യാൻ സ്റ്റാർട്ട് ചെയ്തത് എന്ന കാര്യം പറയും. അത് അവന് വലിയ ഷോക്കിംഗ് ആയിരുന്നു. അപ്പോഴാണ് അവൻ ഇവളെ താൻ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടിരുന്നു, എന്നിട്ടെന്താ ഇവള് തന്നോട് ഇങ്ങനെ ചെയ്തത് എന്നെല്ലാം തുറന്ന് സംസാരിക്കുന്നത്. അപ്പോഴാണ് തന്റെ ഭാഗത്ത് നിന്ന് വന്ന വലിയ മിസ്റ്റേക്ക് അവൾക്ക് മനസ്സിലാവുന്നത്. ഓൾറെഡി അവൾ ആ ഒരു ജിയാങ്ങിനെ മീറ്റ് ചെയ്യുന്നിട്ട് ബ്രേക്കപ്പ് ഫേസ് ചെയ്ത് നിൽക്കല്ലായിരുന്നു. ബ്രേക്കപ്പ് എന്ന് പറയുന്നതിലും നല്ലത് കൊടും ചതി. ബെസ്റ്റ് ഫ്രണ്ടും ബോയ് ഫ്രണ്ടും ചേർന്ന് പ്രണയത്തിന്റെ പേരിൽ ചതിച്ചത് അവൾക്ക് ഉൾക്കൊള്ളാനായിട്ട് അവൾ പാടുപെട്ടുകൊണ്ടിരുന്ന സമയത്താണ് ജിയാങ്ങിനെ കണ്ടത്. അപ്പോഴേ ജിയാങ്ങിന് അവളോട് തോന്നിയ പോലെ ഒരു ഇഷ്ടമൊന്നും അവൾക്കില്ലായിരുന്നു. അവൾക്ക് പ്രണയത്തിനോടൊന്നും ആ ഒരു സമയത്ത് താല്പര്യം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഓപ്പണായി തന്നെ അവന്റെ ഇഷ്ടം പ്രകടിപ്പിച്ചിട്ടും അതൊന്നും അവൾക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല. ഇപ്പൊ ഈ കാര്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആകെ കുറ്റബോധത്തിലാവുന്ന അവനൊരു മെയിൽ അയക്കുന്നു. ആ മെയിലിൽ ഇങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നത്: ഇനി നിങ്ങളുടെ സത്യസന്ധമായ സ്നേഹം തിരിച്ചറിയാതെ ഞാൻ നിങ്ങളെ ഒരുപാട് കൂടെ നിന്ന് ചതിക്കുകയും വിഷമിപ്പിക്കുകയും ചെയ്തു. ഇനി നിങ്ങളുടെ കൺമുന്നിൽ വരാനുള്ള ധൈര്യം പോലും എനിക്കില്ല. അതുകൊണ്ട് നമ്മൾ ഇനി കാണില്ല എന്ന്. അവൻ ആ മെയിൽ കണ്ട ഉടനെ അവളെ അന്വേഷിക്കുന്നു. താമസ സ്ഥലത്ത് അവളില്ല. മുന്നേ ജോലി ചെയ്ത ഓഫീസിൽ അന്വേഷിക്കുമ്പോൾ അവളില്ല. ഇനി എവിടെ പോയി കണ്ടെത്തുമെന്ന് അവൻ ടെൻഷൻ ആയിരിക്കുമ്പോഴാണ് ഒരു ഫോൺ കോൾ വരുന്നത്. വിളിച്ചിരിക്കുന്നത് ലിന്നിന്റെ എക്സ് ബോയ് ഫ്രണ്ടും എക്സ് ബെസ്റ്റ് ഫ്രണ്ടുമാണ്. അവരുടെ കസ്റ്റഡിയിലാണ് അവളുള്ളതെന്നും $20 മില്യൺ തരാതെ അവളെ വിടില്ലെന്നും അവർ വിളിച്ചറിയിക്കുന്നതിനെ തുടർന്ന് അങ്ങോട്ടേക്ക് ജിയാങ് ചെല്ലുന്നു. നിങ്ങൾ ആവശ്യപ്പെട്ടതിലും കൂടുതൽ തുക ഞാൻ തരാം, അവളെ ഒന്നും ചെയ്യരുതെന്ന് പറയുമ്പോൾ ആദ്യം നീ കാശെടുക്കാനായിട്ടായിരുന്നു അവർ പറയുന്നത്. ഉടനെ തന്നെ ജിയാങ് ആ ബോയ് ഫ്രണ്ടിനെ അറ്റാക്ക് ചെയ്യുന്നു. അതിന്റെ ഇടയിൽ അവന്റെ കൈക്ക് സാരമായി ബോയ് ഫ്രണ്ടിന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി കൊണ്ട് പരിക്കേൽക്കുന്നുണ്ടെങ്കിലും അതൊന്നും കാര്യമാക്കാതെ അവൻ അയാളെ അടിക്കുകയാണ്. അങ്ങനെ അവിടെ നിന്ന് ലിന്നിനെ രക്ഷിച്ച ജിയാങ് തിരിച്ച് താമസ സ്ഥലത്തേക്ക് എത്തുന്നു. രണ്ടുപേരും അന്ന് ഡ്രിങ്ക്സ് അടിച്ച് ഒരുപാട് കാര്യങ്ങൾ മനസ്സ് തുറന്ന് സംസാരിക്കുമ്പോൾ തനിക്ക് വേണ്ടി ഇത്രയും ചെയ്യുന്ന ജിയാങ്ങിനെ തനിക്കിപ്പോൾ വളരെ ഇഷ്ടമാണെന്ന് ലിൻ തുറന്നു പറയുന്നു. അത് ഡ്രിങ്ക്സിന്റെ പുറത്ത് പറഞ്ഞതാണ്. പക്ഷെ അടുത്ത ദിവസം രാവിലെ ഉറക്കമെണ്ണീറ്റ് ജിയാങ്ങിനെ കാണുമ്പോൾ അവൾക്ക് പറഞ്ഞതൊന്നും തന്നെ ഓർമ്മയില്ല. ആ ഒരു സമയത്ത് അവിടേക്ക് ജിയാങ്ങിന്റെ അമ്മ വരുന്നു. അമ്മ ലിന്നിനോട് സംസാരിക്കുന്നത് അന്ന് അവൾക്ക് കാശ് കൊടുത്ത് മകനെ ഡേറ്റ് ചെയ്യാനായി ആവശ്യപ്പെട്ട ഒരാളായിട്ടായിരുന്നില്ല. തന്റെ മകന് ലിന്നിനോടുള്ള ആത്മാർത്ഥ സ്നേഹം മനസ്സിലാക്കി തന്റെ മകനെ വിട്ടു പോവരുത്, അവന്റെ കൂടെ എന്നെന്നും വേണമെന്ന് ഒരു അമ്മയുടെ സ്ഥാനത്ത് നിന്ന് പറയാനായിട്ടാണ്. ആലോചിക്കാൻ അല്പം സമയം വേണമെന്ന മറുപടിയാണ് നൽകുന്നത്. തന്റെ മകൻ ഇതുവരെ അങ്ങനെ ഒരു പെൺകുട്ടിയോടും അട്രാക്ഷൻ തോന്നിയിട്ടില്ല. പക്ഷെ അവന് ലിന്നിനെ ഒരുപാട് ഇഷ്ടമാണെന്ന് അറിഞ്ഞ അമ്മ അവർ ഒന്നിക്കണമെന്ന് ആഗ്രഹിക്കുന്നു. എന്തായാലും അടുത്ത ദിവസം ഓഫീസിലേക്ക് ലിൻ പോകുന്ന വഴി അവളുടെ എക്സ് ബോയ് ഫ്രണ്ടിനെയും എക്സ് ബെസ്റ്റ് ഫ്രണ്ടിനെയും കാണുന്നു. അവർ അവളുടെ കാലിൽ വീണ് അപേക്ഷിക്കുകയാണ്. കാരണം ജിയാങ് ഇവർക്കെതിരെ ഇവർ ചെയ്ത കൊള്ളരുതായ്മകൾക്കെല്ലാം തെളിവ് സഹിതം കേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിൽ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷിക്കണമെന്ന് പറഞ്ഞാണ് അവർ റിക്വസ്റ്റ് ചെയ്യുന്നത്. പക്ഷെ അവൾ അവരോട് ക്ഷമിക്കാൻ തീരെ തയ്യാറായിരുന്നില്ല. അങ്ങനെ അവൾ ഓഫീസിലേക്ക് ചെല്ലുന്നു. ഒരു പ്രോജക്റ്റിന്റെ ഭാഗമായി ഇപ്പോ ജിയാങ്ങിന്റെ ഓഫീസിലേക്ക് വർക്ക് ചെയ്യാൻ പോയതായിരുന്നല്ലോ ലിൻ. ആ ഒരു പ്രോജക്റ്റ് തീർന്നതുകൊണ്ട് തന്നെ അവൾ ഇപ്പോൾ തിരിച്ച് അവളുടെ ഓഫീസിലേക്ക് വരുന്നു. പക്ഷെ അവൾ ജിയാങ്ങിനെ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ട്. ആ ഒരു പ്രോജക്റ്റ് സക്സസ് ആയതിന്റെ ചെറിയൊരു പാർട്ടി നടത്തുന്നുണ്ടെന്ന് അവളുടെ ബോസ് പറഞ്ഞ് അവൾക്ക് ഒരു ഗിഫ്റ്റ് പോലെ പാർട്ടിക്ക് ഇടാനായി ഒരു ഡ്രസ്സ് കമ്പനിയുടെ ബിഹാവില് പ്രസന്റ് ചെയ്യുന്നു. അവൾ ആ പാർട്ടിയുടെ കാര്യം കേൾക്കുമ്പോഴേ ആ പ്രോജക്റ്റ് ജിയാങ്ങിന്റെ കമ്പനിക്ക് വേണ്ടി ചെയ്തത് കൊണ്ട് തന്നെ അവിടെ ജിയാങ്ങും കാണുമോ എന്ന് തിരക്കുമ്പോൾ സാർ ഒരു മീറ്റിംഗിന് പോയിരിക്കുക, അതുകൊണ്ട് വരാൻ ചാൻസ് ഇല്ലെന്നായിരുന്നു ബോസിന്റെ മറുപടി. അത് അവളെ സങ്കടത്തിലാക്കുന്നുണ്ടെങ്കിലും അവൾ ആ ഡ്രസ്സ്
സെറ്റപ്പ് റെഡിയായി പാർട്ടി നടക്കുന്നെന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് ചെല്ലുമ്പോൾ അവിടെ ഓഫീസിൽ ആരും തന്നെ ഉണ്ടായിരുന്നില്ല. പാർട്ടിയുടെ ഒരു സെറ്റപ്പ് ഉണ്ടായിരുന്നില്ല. എന്താ ഇതെന്ന് അവൾ അന്തം വിട്ട് നിൽക്കുമ്പോഴാണ് അവിടെ ജിയാങ്ങിനെ കാണുന്നത്. അവനെ കണ്ടപാടെ അവൾ ഓടിച്ചെല്ലുന്നു. അവൻ അവളെ ആ ഒരു മൊമെന്റിൽ പ്രപ്പോസ് ചെയ്യാണ്. എന്നെന്നും എന്റെ കൂടെ ഉണ്ടാകുമോ എന്ന് അവൻ ചോദിക്കുമ്പോൾ വളരെ സന്തോഷത്തിൽ അവൾ അത് അക്സെപ്റ്റ് ചെയ്യുന്നു. തന്റെ ലൈഫിലെ ഏറ്റവും ഒരു മോശം സമയത്ത് കണ്ടുമുട്ടിയ ജിയാങ് ആണ് തന്റെ ലൈഫിന് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ആളെന്ന് തിരിച്ചറിഞ്ഞ് അവൾ അവന്റെ കൂടെ ഹാപ്പിയായി ജീവിക്കാൻ തീരുമാനിച്ചു. അങ്ങനെ ഇവരിവിടെ ഹാപ്പി ആയിരിക്കുന്നത് കാണിച്ചുകൊണ്ട് ഈ ഒരു കഥ ഇവിടെ അവസാനിക്കുകയാണ്. ഇന്നത്തെ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ വീഡിയോ ലൈക്ക് ചെയ്തും ഷെയർ ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യുക. വീണ്ടും കാണും വരെ ബൈ.